നമ്മുടെ പൗരാണിക ചരിത്രത്തിൽ, നമ്മുടെ സാഹിത്യ ചരിതങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാനോളം സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റൊരു ഈശ്വര സങ്കല്പമില്ല. മകനായും പ്രിയപ്പെട്ട സുഹൃത്തായും കാമുകനായും ഭർത്താവായും പ്രകൃതി സ്നേഹിയായും ഗുരുനാഥനായും സംരക്ഷകനായും ഇങ്ങനെ എല്ലാ തലത്തിലും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രാഷ്ട്രതന്ത്രജ്ഞൻ അഥവാ പൊളിറ്റീഷ്യൻ ആയും ധർമ്മസംസ്ഥാപനത്തിന് വേണ്ടി, ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി, വേദോദ്ധാരണത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന ഭഗവാൻ ഇങ്ങനെ പല വിധത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാധീനം പുലർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് നമ്മുടെ ഹൃദയം കടന്നെത്തുന്നത്. മറ്റൊരു യുഗപുരുഷനും അല്ലെങ്കിൽ മറ്റൊരു അവതാര സ്വരൂപത്തിനും മറ്റൊരു വ്യക്തിക്കും ശ്രീകൃഷ്ണ ഭഗവാനോളം സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ വന്നു പോയിട്ട് 5000-ലധികം വർഷം കഴിഞ്ഞിരിക്കുന്നു. 5000-ലധികം വർഷമായിരിക്കുന്നു. ഈ 5000-ലധികം വർഷമായിട്ടും ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമവും ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതങ്ങളുമൊക്കെ ഇന്നും ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഭഗവാൻ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നിസ്തുലമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം, സനാതന സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമാണ് എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഭഗവാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അത് ഭഗവാന്റെ ജീവിതവും, അത് ഭഗവാന്റെ ദർശനങ്ങളും ഭഗവാൻ നൽകിയ ഉപദേശങ്ങളുമാണ്. പ്രത്യേകിച്ചും അർജുനന് ജ്ഞാനോപദേശം നൽകുന്ന ഭഗവത്ഗീത ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പ്രതിബന്ധങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ മടിച്ചു നിൽക്കുന്ന അർജുനൻ, ഒരു ചെറിയ കാര്യം വന്നാൽ പോലും പകച്ചു പോകുന്ന ആധുനിക മനുഷ്യനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് തോറ്റുപോയതിൽ ആത്മഹത്യ ചെയ്യുന്നവർ, അച്ഛനമ്മമാർ വഴക്ക് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവർ, മൊബൈൽ ഫോൺ ലഭിക്കാത്തതിൽ ആത്മഹത്യ ചെയ്യുന്നവർ, ടിവിയുടെ ചാനൽ എന്ന് മാറ്റിയാൽ സഹോദരിയോട്, സഹോദരനോട് വഴക്കു കൂടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നവർ, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കു കൂടുമ്പോ ഇതില് വാചകം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ ഒരല്പം കുറഞ്ഞു പോയെന്ന് തോന്നിയാൽ അതിൽ ജീവൻ ഒടുക്കുന്നവർ, ബന്ധങ്ങൾ മറന്നുകൊണ്ട് പെരുമാറുന്നവർ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ, വിവിധ തരത്തിലുള്ള അധപ്പതനം ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യൻ നേരിടുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ് ഈ അർജുനൻ. യുദ്ധോത്സുകനായി കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്നു നിൽക്കുന്ന അർജുനൻ താൻ യുദ്ധം ചെയ്യേണ്ടത് ആരോടൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ അവിടെ തന്റെ ഗുരുനാഥനും, തന്റെ പിതാമഹനും, തന്റെ പ്രിയമുള്ള സഹോദരങ്ങളുമൊക്കെയാണ് എതിർചേരിയിൽ അണിനിരന്നിരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ഞാൻ ചെയ്യുന്നത് ഗുരുത്വദോഷമാണ്, ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ് ഭീഷ്മനോട് എതിരിടുന്നത്
ആ കരങ്ങളിൽ കിടന്നല്ലേ ഞാൻ വളർന്നത്. ആ കരപരിലാളനം ഞാൻ ഒരുപാട് ഏറ്റിട്ടില്ലേ എന്നൊക്കെ ചിന്തിച്ച് മുട്ടുകുത്തി ഭയചകിതനായി വെറും നിലത്തിരിക്കുന്ന അർജുനന് ധർമ്മോപദേശം കൊണ്ട് എന്താണ് നിന്റെ കർമ്മം, എന്താണ് നിന്റെ ധർമ്മം എന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ തന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് അർജുനനെ അറിയിക്കുന്നതിലൂടെ ഭഗവാൻ ലോക ജനതയ്ക്ക് വേണ്ടി മാർഗദർശനം നൽകുന്ന വിധത്തിൽ ഭഗവത്ഗീത പകർന്നു നൽകുകയാണ്. നമുക്ക് ഭഗവത്ഗീത ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ് എങ്കിൽ, ഹൈന്ദവ ആധ്യാത്മിക ഗ്രന്ഥമായതുകൊണ്ട് ഇത് നമുക്ക് നമ്മുടെ തലയിൽ അധികം പിടിക്കുന്നതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുമെങ്കിൽ, വിദേശീയരെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീത ഒരു മനഃശാസ്ത്ര ഗ്രന്ഥമാണ്. വിദേശത്തെ യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത വിവിധ കോളേജുകളിലുള്ള കുട്ടികളെ ഒരു വിഷയമായി മാർക്ക് അടിസ്ഥാനത്തിൽ, ഗ്രേഡ് അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. എങ്കിൽ പോലും കൃഷ്ണൻ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ഭഗവത്ഗീത നമ്മുടെ മക്കൾ പഠിക്കാതെ പോകുന്നത് ലജ്ജാവഹമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളിലൂടെ തന്നെ നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റ് അവതാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീകൃഷ്ണ അവതാരത്തിനൊരു നാടകീയമായ പശ്ചാത്തലം ഭഗവാൻ ഒരുക്കുന്നുണ്ട്. അതിന് വേദവ്യാസനും ഒപ്പം ഗർഗമഹാമുനിയൊക്കെ പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. മറ്റ് പല അവതാരങ്ങളിലും ഭഗവാൻ ബാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയാണ് ശ്രീകൃഷ്ണനായി വന്നത്. മറ്റ് പല ജന്മങ്ങൾക്കും ശ്രേഷ്ഠത്വം നൽകുന്നതിന് വേണ്ടി, ആ ജന്മത്തിന് സാർത്ഥകത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ കണ്ണനായി, കൃഷ്ണനായി വന്നത്. മത്സ്യാവതാരമായി ഭഗവാൻ വന്നപ്പോൾ മത്സ്യകന്യകമാർ ഭഗവാനെ മോഹിച്ചു വന്നു. അവരോട് ഭഗവാൻ പറഞ്ഞു, ഞാൻ പരിപൂർണ തമാവതാരമായി കൃഷ്ണനായി വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെ ഞാൻ സ്വീകരിച്ചു കൊള്ളാം. വാമനാവതാരമായി വന്നപ്പോൾ ഭഗവാനെ കണ്ട് വാത്സല്യത്തോടെ അടുത്തു ചെല്ലാനും ഓമനത്വം തുളുമ്പുന്ന ആ കുഞ്ഞുമുഖത്തെ തൂനെറ്റിയിൽ ഉമ്മ വയ്ക്കാനും ഒരു കുഞ്ഞിനെ എന്ന പോലെ പിടിച്ചടുത്തിരുത്തി മടിയിൽ കിടത്തി മുലപ്പാൽ കൊടുക്കാനും മഹാബലിയുടെ മകളായ രത്നമാലയുടെ അന്തരംഗം അഥവാ മനസ്സ് വല്ലാതെ തുടിച്ചു. ഭഗവാൻ പറഞ്ഞു അത്രേ, നിന്റെ പാല് ഞാൻ കുടിക്കും, നിന്നിലെ വാത്സല്യം ഞാൻ സ്വീകരിക്കും, പക്ഷെ ഇപ്പോഴല്ല, പിന്നീട് ഒരിക്കലും. തൊട്ടടുത്ത നിമിഷത്തിൽ വാമനമൂർത്തി വന്നിരിക്കുന്നത് തന്റെ അച്ഛനായ മഹാബലിയെ വഞ്ചിച്ച് സ്ഥാനമാനങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ രത്നമാലയ്ക്ക് ഓടി വന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തോന്നി വാമനമൂർത്തിയെ. ഭഗവാൻ പറഞ്ഞു, അന്ന് നീ എന്നെ കാണാൻ വേണ്ടി വരുമ്പോ എന്നെ കൊല്ലാനായിരിക്കും വരുന്നത്, എങ്കിലും എന്നെ കണ്ട് അപാരമായ വാത്സല്യം തോന്നി നീ എന്നെ മടിയിലെടുത്ത് വെച്ച് കിടത്തി നിന്റെ സ്തനം എന്റെ വായിലേക്ക് ചേർത്ത് വെച്ച് ആ ചൂചുകത്തിൽ നിന്ന്, ആ മുലഞ്ഞെട്ടിൽ നിന്ന് ഊറി വരുന്ന വാത്സല്യത്തിന്റെ പ്രതീകമായ മുലപ്പാല് ഞാൻ കുടിക്കും. ആ മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ ജീവനം കൂടി ഞാൻ എടുക്കും. ഭഗവാൻ പറഞ്ഞു. അന്നത്തെ രത്നമാല പിന്നീട് വന്നത് കൃഷ്ണാവതാരത്തിലാണ് വന്നത്. വന്ന കൃഷ്ണാവതാരത്തിൽ വരുമ്പോൾ ആ രത്നമാലയുടെ പേര് പൂതന എന്നായിരുന്നു. കംസന്റെ 11 അംഗ മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി ആയിരുന്നു അത്രേ പൂതന. പൂതന
ചുമതല നിർവഹിച്ച വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പായിരുന്നു അത്രേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ആദ്യമായി ബർത്ത് രജിസ്ട്രേഷൻ എന്നൊരു സംവിധാനം ആവിഷ്കരിക്കുന്നത് പുരാണത്തിൽ ഈ പൂതനയായിരുന്നു. ബർത്ത് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനല്ല, ആ കുട്ടികളെ തെരഞ്ഞു പിടിച്ചു കൊല്ലാനായിരുന്നു എന്ന് ഭാഗവതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തുടർന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രനായി വന്നപ്പോൾ ഏകപത്നി വ്രതക്കാരനായ ശ്രീരാമചന്ദ്രനെ മോഹിച്ച പല സുന്ദരിമാരുടെയും ഇംഗിതത്തെ, ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുവാൻ ഭഗവാനായില്ല. കാരണം മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ ഏറ്റവും നല്ല മകനായിരുന്നു, ഏറ്റവും നല്ല യോദ്ധാവായിരുന്നു, ഏറ്റവും നല്ല ഭർത്താവായിരുന്നു, ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു. ഒപ്പം ഒട്ടേറെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതിനിടയിലും തന്നിലെ വ്യക്തിത്വത്തെ മാതൃകാപരമായി കാത്തു സൂക്ഷിച്ച ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ, പുരുഷോത്തമനായ, ഉത്തമമായ, മാന്യതയുള്ള, സ്നേഹസമ്പന്നതയുടെ പ്രതീകമായിരുന്നു ശ്രീരാമചന്ദ്രൻ എന്നാണ് വാൽമീകി പറഞ്ഞത്. വാൽമീകി നാരദനോട് ചോദിക്കുന്നുണ്ട്, ഈശിത്വവും വശിത്വവും പ്രാപ്തിത്വവും പ്രാകാശ്യവും അടിമയും മഹിമയും ലഘിമയും ഗരിമയും ഒക്കെ ഒത്തിണങ്ങിയ കാരുണ്യവും സ്നേഹവും സഹനവും ആത്മാർത്ഥതയും അർപ്പണബോധവും ത്യാഗസന്നദ്ധതയും ഭരണ നൈപുണ്യവും ഒക്കെ ഒത്തിണങ്ങിയ ഒരാള് ഈ ലോകത്തിലുണ്ടോ? വാൽമീകി നാരദനോട് ചോദിച്ചു. നാരദൻ ത്രികാല ജ്ഞാനിയാണ്, ത്രിലോക സഞ്ചാരിയാണ്. ലോകത്തിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകൻ നാരദനാണ്. ഒരു മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് എന്റെ ഹൃദയത്തിലുമുണ്ട്. എങ്കിലും ലോകത്തിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകൻ നാരദനായിരുന്നു. നാരദൻ വാർത്തകൾ അറിയിക്കുമ്പോൾ കുറച്ചു കാര്യം കയ്യിൽ പറയുമായിരുന്നു. വാർത്തകൾ അറിയിക്കുന്നതിന്റെ പിന്നിലെ സംഗീതം ആവിഷ്കരിച്ചത് നാരദനായിരുന്നു. അന്ന് വാർത്തകൾ അവതരിപ്പിക്കുന്ന നാരദൻ കുറച്ചു കാര്യം കയ്യിൽ പറയുമ്പോൾ അതിനൊരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. നന്മയുള്ള കാര്യം ഇവിടെ സ്ഥാപിക്കപ്പെടണം, ധാർമ്മികതയ്ക്ക് വിളനിലമാക്കപ്പെടണം ഈ ഭൂമി എന്നൊരു ഉദ്ദേശശുദ്ധി നാരദനുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും മാധ്യമക്കാര് വിവിധ രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിപ്പിക്കുകയാണ്. ഈ നാട്ടുകാർ കേട്ടാൽ കൊള്ളാൻ പറ്റാത്ത, കേട്ടാൽ അറയ്ക്കുന്ന ചീത്ത വരുമ്പോൾ ബീപ് ശബ്ദം കേൾപ്പിക്കുന്നു. ഇന്ന് പലപ്പോഴും ദൗർഭാഗ്യവശാൽ കാണുന്നത് അതാണ്. അപ്പോ ത്രികാലജ്ഞാനിയായ, ത്രിലോക സഞ്ചാരിയായ നാരദനോട് വാൽമീകി ചോദിക്കുന്നുണ്ട്, എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരാളെ കാണാൻ പറ്റുള്ളൂ. നാരദൻ പറഞ്ഞു, എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ ചേരുക പ്രയാസമാണെങ്കിലും ഏറെക്കുറെ ആ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയ ഒരാളുണ്ട്. സൂര്യവംശത്തിൽ രഘുവിന്റെ മകനായ അജന് ഇന്ദുമതിയിൽ നിന്നൊരു മകനുണ്ട്, നേമി എന്ന ദശരഥൻ. ആ ദശരഥൻ എന്ന ഭരണാധികാരിക്ക് കോസല രാജ്യത്തെ രാജ്ഞിയായ അല്ലെങ്കിൽ രാജകുമാരിയായ കൗസല്യയെ ദശരഥൻ വിവാഹം കഴിച്ചു. ആ കൗസല്യയിൽ നിന്ന് ദശരഥനുണ്ടായ ശ്രീരാമചന്ദ്രനിൽ ഏറെക്കുറെ ഗുണങ്ങളും ഒത്തുചേർന്നിട്ടുണ്ട്. അങ്ങനെയാണ് ശ്രീരാമചന്ദ്രന്റെ ചരിതം ഞങ്ങൾക്കായി പകർന്നു തരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ രാമസ്യ അയനം രാമായണം നാരദൻ വാൽമീകി മഹർഷിക്ക് പകർന്നു കൊടുക്കുന്നത്. ഇപ്പൊ ശ്രീരാമചന്ദ്രൻ ഒരുപാട് നിയന്ത്രണങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രന് തന്റെ മുന്നിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചവരുടെ പലരുടെയും ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കുവാൻ ശ്രീരാമചന്ദ്രന് സാധിച്ചിരുന്നില്ല.
എന്തിനേറെ ആഞ്ജനേയ സ്വാമി പോലും ശ്രീരാമനും സീതയും സന്തതികളൊക്കെ ഒരുമിച്ച് സന്തുഷ്ടമായി പോകണമെന്ന് ആഗ്രഹിച്ച ആഞ്ജനേയ സ്വാമി പോലും ഏറ്റവസാനം കണ്ണുനീരോടുകൂടി തന്റെ തൃത്തടം പിളർന്ന് തന്റെ ഹൃദയത്തിലുള്ള ശ്രീരാമചന്ദ്രൻ സീതാ സമേതനായിട്ടാണ് വിരാജിക്കുന്നത് എന്ന് കാട്ടിക്കൊടുക്കേണ്ടി വന്നു. രാമസ്യായനം രാമായണം ശ്രീരാമചന്ദ്രൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ രചിച്ച വാൽമീകിക്കുണ്ടായതും ദുഃഖമായി. വാൽമീകി പൊട്ടിക്കരയുന്ന വാൽമീകിയോട് ശ്രീരാമചന്ദ്രൻ പറയുന്നു, ഈ കഥ രാമസ്യായനം അങ്ങ് ഇങ്ങനെ പൂർണ്ണമാക്കണം. ഇത് ദുഃഖപര്യവസായമായി മാറിപ്പോകും. എന്നാൽ ഇതേ സീത ഇതേ മഹാലക്ഷ്മി രുക്മിണിയായി ജനിക്കുമ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുവാൻ അങ്ങ് വീണ്ടും ജനിക്കും ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായി. ശ്രീരാമചന്ദ്രൻ അന്ന് വാൽമീകിക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമചന്ദ്രനെ മോഹിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം ഭഗവാൻ തൃപ്തിയാക്കുന്നത് ശ്രീകൃഷ്ണ അവതാരത്തിലാണ്. എന്തിനേറെ സപ്തസാലം ഏഴുമങ്ങൊരമ്പുകൊണ്ട് സത്വരം ലിപ്തമായി തുടർന്ന ശ്രീരാമചന്ദ്രൻ ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ചയമ്പിനാൽ കൊല കഴിച്ചപ്പോൾ ബാലി ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്നോട് ചെയ്തത് അധർമ്മമല്ലേ? അങ്ങ് എങ്ങനെ ധർമ്മവാനായി മാറും? ധർമ്മത്തിന്റെ പ്രതീകമായി അങ്ങ് എങ്ങനെ മാറും? എന്നോട് ചെയ്തത് അധർമ്മമല്ലേ? ഒളിച്ചു നിന്ന് ഒരുവനിൽ അസ്ത്രമേൽപ്പിക്കുന്നത് ഭീരുത്വമല്ലേ? ചോദിക്കുന്നുണ്ട്. ബാലി ചെയ്ത കുറ്റങ്ങൾ ഓരോന്നോരോന്നായി ശ്രീരാമചന്ദ്രൻ പറയുമ്പോഴും ബാലിക്ക് മരണത്തിന് മുമ്പ് ആ ഒരു തൃപ്തി ഉണ്ടാവുന്നില്ല. ശ്രീരാമചന്ദ്രൻ പറയുന്നു, ഒരു കാര്യം ചെയ്യും, മരണത്തിലേക്ക് പോകുമ്പോഴും ഞാൻ അങ്ങയോട് ചെയ്തത് അനീതിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അതിന് ഒരു പരിഹാരമേ ഉള്ളൂ. അടുത്ത ജന്മത്തിൽ ഇതുപോലെ ഒളിച്ചു നിന്ന് ഞാൻ തിരികെ പോകുന്നതിന് കാരണമായി എന്റെ ശരീരത്തിൽ അസ്ത്രമേൽപ്പിക്കുവാൻ വേണ്ടി അങ്ങ് ജന്മം കൊള്ളും. അങ്ങനെയാണ് ബാലി ശ്രീകൃഷ്ണ അവതാര സമയത്ത് ദ്വാപര യുഗത്തിൽ, ശ്രീകൃഷ്ണ അവതാര കാലഘട്ടത്തിൽ ദ്വാപര യുഗത്തിൽ ബാലി ജരൻ എന്നു പേരുള്ള ഒരു കാട്ടാളനായി വരികയാണ്. തന്റെ 125 വയസ്സിൽ അന്തറമുകളിൽ യോഗസംസ്ഥനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദകമലങ്ങളിൽ പറ്റിയ ഒരു മൃഗത്തെ അന്വേഷിച്ചു വരുന്ന കാട്ടാളനായ ജരൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മകനായ ശ്രീകൃഷ്ണ ഭഗവാന് ജാമ്പവതിയിൽ നിന്ന് പിറന്ന സാമ്പന് മുനിശാപം കൊണ്ട് പ്രസവിച്ച ഇരുമ്പുലക്കയുടെ തേഞ്ഞ തീരാത്ത കഷ്ണം കൊണ്ട് ഒരു അസ്ത്രമുണ്ടാക്കി പറ്റിയ ഒരു മൃഗത്തെ അന്വേഷിച്ച് ചാഞ്ഞും ചരിഞ്ഞും ഒളിച്ചും ഒക്കെ വരുന്ന ജരൻ എന്ന കാട്ടാളൻ മൃഗത്തിനെ പോലിരിക്കുന്ന ഭഗവാന്റെ പാദം കണ്ടിട്ട് മൃഗമെന്ന് ചിന്തിച്ച് ആ പാദത്തിലേക്ക് അസ്ത്രമയക്കി പോയി. ഇതെല്ലാം കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കിപത്രങ്ങളാണ്, കഴിഞ്ഞ അവതാരങ്ങളുടെ ബാക്കിപത്രമാണ്. ഇതിനേറെ 1000 നാവുള്ള അനന്തന്റെ മുകളിലാണല്ലോ, സത്യത്തിന്റെ സ്വരൂപമായ അനന്തന്റെ മുകളിലാണല്ലോ ഭഗവാൻ ശയിക്കുന്നത്. ശ്രീകൃഷ്ണനായി ഭൂമിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അനന്തൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ ത്രേതായുഗത്തിൽ അങ്ങനെ അനുജനാക്കി, ലക്ഷ്മണനാക്കി, എനിക്ക് എന്റേതായ ചില കാര്യങ്ങളൊക്കെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അനുജനായിക്കൊണ്ട് ആയതുകൊണ്ട് വർത്തമാനം പറഞ്ഞ് എന്നെ ഒതുക്കി. അനുജനായതുകൊണ്ട് വർത്തമാനം പറഞ്ഞ് എന്നെ ജ്യേഷ്ഠൻ എന്ന സ്വാതന്ത്ര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് എന്നെ ഒതുക്കി വെച്ചു. ഈ തവണ അടുത്ത തവണ എനിക്ക് എന്നെ ചേട്ടനാക്കണം. ഭഗവാൻ പറഞ്ഞു, ജ്യേഷ്ഠനായിരിക്കോ? അങ്ങനെയാണ് അനന്തൻ, ത്രേതായുഗത്തിൽ ലക്ഷ്മണനായിരുന്ന അനന്തൻ ദ്വാപര യുഗത്തിൽ വന്നപ്പോൾ
ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്യേഷ്ഠ സഹോദരനായി ബലഭദ്ര സ്വാമിയായി വന്നത് അങ്ങനെയാണ്. ലക്ഷ്മണന് പ്രാധാന്യം കുറഞ്ഞു പോയി എന്നുള്ള പരാതി പറഞ്ഞതുകൊണ്ട് ബലഭദ്ര സ്വാമിയായി വന്നപ്പോൾ തന്റെ അംശം കൂടി കൊടുത്തു. ബലഭദ്രനെ ഭഗവാന്റെ അവതാരങ്ങളിൽ ഒന്നായി ഉയർത്തിക്കാട്ടി. ദ്വാരകയുടെ മോക്ഷത്തിന് കവാടമായ ദ്വാരക നിർമ്മിച്ച് അവിടുത്തെ ഉത്തരവാദിത്വം ഭഗവാൻ ഏറ്റെടുത്തില്ല, പകരം ബലഭദ്രനാണ് കൊടുത്തത്. ഭഗവാൻ ഒരു ദാസനായി, എല്ലാവരിലും ഒരാളായി, എല്ലാവർക്കും ഒപ്പം നിൽക്കാനാണ് ഭഗവാൻ ആഗ്രഹിച്ചത്. ജനകീയനായി നിൽക്കാനാണ് ഭഗവാൻ ആഗ്രഹിച്ചത്. ഇങ്ങനെ മറ്റു പല അവതാരങ്ങളിലും ഭഗവാൻ ബാക്കി വയ്ക്കുന്ന പല കാര്യങ്ങളും പൂർണ്ണമാക്കപ്പെടുന്നത് ശ്രീകൃഷ്ണ അവതാരത്തിലാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ അവതാരത്തിന് വളരെയധികം മഹത്വമാണുള്ളത്. എത്ര കണ്ടാലും മതിവരാത്ത, എത്ര കേട്ടാലും മതിവരാത്ത കമനീയമായ രൂപമാണ് ഭഗവാന്റേത്. കമനീയമായ മഹത്വപൂർണമായ ചരിതങ്ങളാണ് ഭഗവാന്റേത്.